അതുകൊണ്ട് നല്ല തഖ്വയോടെ അഖ്ലിസ് വദാ അല്ലാ തുരീദ ബിതാഅതി, അല്ലാഹുവിലേക്ക് നല്ല ഖൽബോടെ അടുത്ത തഖ്വയോടെ ജീവിക്കണം. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വആലിഹി വഅസ്ഹാബിഹി വസല്ലം തങ്ങളെ നന്നായി ഇഷ്ടം വെക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മേൽ സ്വലാത്ത് നന്നായി ചൊല്ലണം. എന്നും സ്വലാത്ത് ചൊല്ലുന്ന ഒരു നല്ല മുഅ്മിനായി മുഅ്മിനത്തായി ജീവിച്ചാൽ എന്റെ പ്രിയമുള്ള ചെറുപ്പക്കാരാ, സ്വലാത്ത് ഏറെ ആയിരക്കണക്കിന് സ്വലാത്ത് ചൊല്ലുന്ന ചെറുപ്പക്കാരെ എനിക്കറിയാം. അവര് മദീനയിലെത്താൻ കൊതിച്ചിട്ട് മദീനയിലെത്തിയവരുണ്ട്. കിനാവിൽ ഹബീബായ തങ്ങളെ ഒന്ന് കാണണമെന്ന് മോഹിച്ചിട്ട് കണ്ടവരുണ്ട്. മദീനത്ത് ചെന്ന് നല്ല നല്ല അനുഭവങ്ങൾ കിട്ടിയവരുണ്ട്. അങ്ങനെ സ്വലാത്ത് ചൊല്ലിയിട്ടൊന്ന് കിടന്നുറങ്ങിക്കോ മോനെ. സിനിമാ ഗാനം കണ്ട് കേട്ട് കിടന്നുറങ്ങണ്ട, അനാവശ്യങ്ങൾ കണ്ടുകൊണ്ട് കിടന്നുറങ്ങണ്ട. കിടന്നുറങ്ങാൻ നേരെ ഒരു മുഅ്മിൻ പറയുന്ന ദിക്ർ ഏതാണ്? ബിസ്മിക റബ്ബി, അല്ലാഹുവേ നിന്റെ നാമത്തിൽ വദഅതു ജംബി, ഞാൻ എന്റെ പാർശ്വം വെച്ചിരിക്കുകയാണ്, ഞാൻ കിടക്കുകയാണ്. ഇൻ അംസക്ത റൂഹി ഫർഹംഹാ, ഈ ഉറക്കിൽ ഞാൻ മരിക്കുമോന്നറിയില്ല. അങ്ങനെ ഈ ഉറക്കിൽ ഞാൻ മരിച്ചാൽ നീ കാരുണ്യം ചൊരിയണേ റബ്ബേ. വഇൻ അർസൽതഹാ ഫഹ്ഫദ്ഹാ, നീ വിട്ടുതന്നാൽ നീ ഒരു പിടുത്തമാണ്. ഉറക്കമെന്ന് പറയുന്നത് മരണത്തിന്റെ ഒരു സാമ്പിളാണ്. ബോഡിയിൽ നിന്ന് ആത്മാവിങ്ങനെ മാറി നിൽക്കലാണ്. അതങ്ങ് നിരന്തരമായി മാറി നിന്നാൽ അത് മരണമാണ്. പിന്നെ തിരിച്ചു തന്നാൽ ഉറക്കിൽ നിന്നുള്ള ഉണർവാണ്. അതൊരു പുനർജന്മം പോലെയാണ്. അങ്ങനെ നീ വീണ്ടും തന്നാൽ അതിനെ നീ കാക്കണേ റബ്ബേ എന്ന് ചൊല്ലിയിട്ടല്ലേ മോനെ കിടക്കേണ്ടത്. അങ്ങനെ കിടക്കുമ്പോൾ സ്വലാത്ത് ചൊല്ലി ചൊല്ലിയാണ് നിന്റെ ഉറക്കമെങ്കിൽ, ഹബീബായ തങ്ങളെ ഓർത്തോർത്താണ് നിന്റെ ഉറക്കമെങ്കിൽ, പാതിരാത്രിയുടെ പഴുതിൽ മദീനയുടെ രാജാവ് തെളിഞ്ഞു വരുന്നില്ലേ? അവിടെ ഹബീബായ തങ്ങളെ കാണാം. അല്ലാഹു തആല നമ്മേവരെയും ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ യഥാർത്ഥ മുഹിബ്ബീങ്ങളിൽ അല്ലാഹു ഉൾപ്പെടുത്തി തരുമാറാകട്ടെ. എല്ലാ ചെറുപ്പക്കാരും എഴുന്നേറ്റ് ഒരൽപ്പസമയം മുന്നോട്ട് നിന്നാൽ പ്രയാസമുള്ള ഉപ്പമാരി എഴുന്നേൽക്കേണ്ടതില്ല, രോഗമുള്ളവർ എഴുന്നേൽക്കേണ്ടതില്ല. പ്രയാസമില്ലാത്ത എല്ലാവരും ഒന്നടുത്തേക്ക് വന്നാൽ യാ റബ്ബു യാ അല്ലാഹ്, നിന്റെ പവിത്രമായ ദീനിന്റെ ചിഹ്നങ്ങളായ മഹാന്മാരായ ആലിമീങ്ങൾ, ഔലിയാക്കൾ, സ്വാലിഹീങ്ങൾ, മുത്തഖീങ്ങൾ, അവരെ ഓർക്കുന്ന പരിപാടികളാണിതെല്ലാം. നേരത്തെ ഇവിടെ തങ്ങൾ പ്രസംഗിക്കുമ്പോൾ പറഞ്ഞു, കാസർഗോഡ് ജില്ലയിൽ ഒരു മനുഷ്യന്റെ ജനാസ കേടുവരാതെ കണ്ടു എന്ന്. മാഷാ അല്ലാഹ്, ഔലിയാക്കളായത് ഈ ദുനിയാവ് വേണ്ടാന്ന് വെച്ചപ്പോഴാണ്, ഈ ദുനിയാവ് തലക്ക് പിടിക്കാത്തപ്പോഴാണ്, ആഖിറം അവരുടെ അജണ്ടയായപ്പോഴാണ്. നമ്മൾ ഇന്ന് ഔലിയാക്കളുടെ അടുക്കൽ പോകുന്നത് ദുനിയാവ് ചോദിക്കാനാണ്. മാത്രം പോരാ, ആഖിറത്തിന് പ്രാധാന്യം നൽകിക്കോ, തഖ്വയോ